കൂടി ഒന്ന് പുറത്തോട്ട് പോകണല്ലോ. എവിടെ പോണേ പറ, എവിടെ പോണേ? പുറത്തെവിടെയാ പോണേ? ഞങ്ങളിന്ന് ഈ വാക്ക് ഒരു കിട്ടില്ല മേക്ക് ഓവർ കൊടുക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ ചാനൽ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ എന്ന് വേണേൽ പറയാം. കാരണം ഇവാടെ ഹെയർ കട്ട്, ഇവാക്ക് ഹെയറിന് കുറേ ഫാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഹെയർ കട്ട് ചെയ്യുമ്പോൾ ഒരു വീഡിയോ എടുക്കണം എന്ന് കുറേ പേര് പറയുന്നുണ്ട്. സോ എന്നാൽ നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇവാക്ക്. നമ്മൾ രാവിലെ വിളിച്ച് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ സലൂൺ DR അങ്ങനെ ഒരു സലൂണാണ്, പുതിയതാണ്. അപ്പോൾ അവിടെ നമ്മൾ രാവിലെ വിളിച്ച് ബുക്ക് ചെയ്യണം. അപ്പോൾ വിളിച്ച് ബുക്കൊക്കെ ചെയ്തിട്ട് 3 മണിക്കാണ് ടൈം പറഞ്ഞത്. പക്ഷെ ഇപ്പം 3:30-4 മണി ആയല്ലേ. എന്തായാലും ഞങ്ങൾ പോയി നോക്കാട്ടോ. അവിടെ പറ്റുമെങ്കിൽ നമ്മളിങ്ങനെ വെട്ടിട്ട് വരാവേ. സലൂണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. ഇവൻ വന്നേ സലൂണിൽ ചെന്ന് കഴിഞ്ഞപ്പം അവർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗ്ലൗ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കിട്ടിയൊരു സന്തോഷമായിരിക്കും. ഇവ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവിടെ കിടന്ന് തുള്ളിച്ചാട്ടായിരുന്നു. പിന്നെ കുറേ നാളായില്ലേ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നേ. അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ആ ഹെയർ സ്റ്റൈലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് കട്ടാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം ഞാൻ ആളോട് ലെയർ കട്ട് ചെയ്യാനാട്ടോ പറഞ്ഞത്. കാരണം എനിക്ക് ഇവാടെ ഹെയർ അങ്ങനെ തീരെ ഷോർട്ടാക്കി കളയാൻ തോന്നിയില്ല. അപ്പോൾ ആൾക്കാണെങ്കിലും താല്പര്യം ഉണ്ടായില്ല. ലോങ് ഹെയർ ആയതുകൊണ്ട് തന്നെ അത് തീരെ ഷോർട്ടാക്കാനായിട്ട് ആൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. അപ്പോൾ ആളും പറഞ്ഞു ലെയർ കട്ട് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായേ. അങ്ങനെ ലെയർ കട്ട് ആയതുകൊണ്ട് തന്നെ ഹെയർ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഇവാടെ ഹെയർ ഇങ്ങനെ വേറൊരാൾ വാഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവ ഭയങ്കര ടെൻഷൻഡ് ആയിരുന്നു കേട്ടോ. ഇവ ആകെ എന്താണ് സംഭവിക്കണേന്ന് അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഭയങ്കര പേടിച്ച് കിടക്കായിരുന്നു കേട്ടോ. ഇവാടെ മുഖം കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ പേടിയാവാനായിട്ട്. ഇവാക്ക് എന്താണ് സംഭവിക്കേണ്ടത്, എന്ത് ചെയ്യും എന്നറിയാത്ത വല്ലാത്തൊരു സിറ്റുവേഷനിലായിട്ട് ഇവ അവിടെ കിടന്നു കൊടുത്തത്. അവൾക്ക് മനസ്സിലാവുന്നുണ്ടായില്ല എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം എണീറ്റ് ഓടാനുള്ള ശ്രമമൊക്കെ നടത്തി. പിന്നെ നമ്മൾ പിടിച്ച് കിടത്തി വലിയ കുഴപ്പമില്ലാണ്ട് എങ്ങനെയാലും ഹെയറൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടോ. അങ്ങനെ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൾ തന്നെ ആട്ടിയുമായി എടുത്തുകൊണ്ട് ചെയ്യാനൊക്കെ കൊണ്ടിരുത്തിയത്. അങ്ങനെ ഹെയർ കട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഹെയർ കട്ട് ചെയ്യുമ്പോൾ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇവ ഇങ്ങനെ തല വെട്ടിക്കായിരുന്നു കേട്ടോ. ഇവ കറക്റ്റ് ഇങ്ങനെ ഒരു ലെയറൊക്കെ പിടിച്ച് കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവ തല വെട്ടിക്കും. അപ്പോൾ അങ്ങനെ കുറേ നേരം കഷ്ടപ്പെടേണ്ടി വന്നു കേട്ടോ. ശരിക്കും ഇവയെ ഹെയർ കട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവ അടങ്ങിയിരിക്കില്ല, ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയും അവൾക്ക് ചെയ്യുന്നതൊക്കെ കാണണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കഷ്ടപ്പാടാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവ പിന്നെ ഫുൾ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് ഇവ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. ഭയങ്കര അലമ്പെടുക്കായിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ മൊബൈലെടുത്ത് കയ്യിൽ കൊടുത്തു. അങ്ങനെ പിന്നെ കുറച്ച് നേരം മൊബൈലൊക്കെ കണ്ട് അങ്ങനെ ഒരു 5-10 മിനിറ്റ് മൊബൈൽ കണ്ടിരുന്നതുകൊണ്ട് തന്നെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഹെയർ കട്ടൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഹെയർ ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തൊന്ന് സെറ്റാക്കി ഇടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയം ഇവ വലിയ പ്രശ്നമില്ലാണ്ട് കാർട്ടൂണൊക്കെ നോക്കി ഇരിപ്പുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഓർത്ത് ഈ ടൈം ഇവ ആകെ ബഹളം വെച്ച് കുളമാക്കും, ഒന്നും സമ്മതിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഇവ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാണ്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കുകയായിരുന്നേ. അങ്ങനെ അതും 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആളുടെ തനി സ്വഭാവം പുറത്തു വന്ന് തുടങ്ങിയിട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ അലമ്പൊക്കെ എടുക്കാനും അതുപോലെ തന്നെ കൈ തട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫ്രണ്ട് പോർഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട് പോർഷൻ തീരെ സമ്മതിക്കുന്നുണ്ടായില്ല. ഫുൾ അലമ്പെടുത്തിട്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടാട്ടോ ആളതൊന്ന് ചെയ്ത് തീർത്തത്. അങ്ങനെ ഫൈനലി ഇതാ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ്
ഷൂട്ടിങ് ഫുൾ സെറ്റായി കഴിഞ്ഞപ്പോഴാട്ടെ ഏറ്റവും വലിയ പണി കിട്ടിയത്. അതായത് ഇവ ഒരു ഫൈനൽ ലുക്ക് കാണിക്കണുണ്ടായില്ല. ഇവ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനോ വീഡിയോയ്ക്ക് പോസ് ചെയ്യാനോ ഒന്നും സമ്മതിക്കുന്നുണ്ടായില്ല. ഇവക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു കേട്ടോ. കാരണം അത്രയും നേരം അവൾ അവിടെ അനങ്ങാണ്ടിരുന്നിട്ട് അവളുടെ ക്ഷമയൊക്കെ നശിച്ചിട്ട് ആ ഡോറും തുറന്നിറങ്ങി ഓടായിരുന്നേ. അപ്പം ഞാനിവിടെ ബില്ല് പേ ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഇവ ആകെ ബഹളമായിരുന്നു പോണം എന്ന് പറഞ്ഞേ. പുറത്തിറങ്ങി കഴിഞ്ഞിട്ടും ഇവ ഒരു ഫോട്ടോയ്ക്ക് പോലും പോസ് ചെയ്യാണ്ട് എടുത്ത് വെച്ച് ഓടായിരുന്നു കേട്ടോ. ഇവക്കൊരു വാശിയായിരുന്നു കേട്ടോ. ഞാൻ ക്യാമറയിൽ നോക്കൂല എന്നുള്ളൊരു വാശിക്ക് ഇങ്ങനെ തിരിഞ്ഞ് നടന്നു പൊക്കോണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനത്തെ ഇവയുടെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവ ആണെങ്കിൽ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും സമ്മതിക്കണില്ല. ഹെയർ അങ്ങനെ ലെങ്ത്ത് കട്ട് ചെയ്തിട്ടൊന്നും ഇല്ല, ജസ്റ്റ് ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. ഹെയറിൻ്റെ ലെങ്ത്തൊക്കെ അവിടെ തന്നെ ഉണ്ട്. എനിക്ക് ലെങ്ത്ത് അങ്ങനെ കട്ട് ചെയ്ത് കളയാൻ തോന്നുന്നില്ല. ഇവയുടെ ഇഷ്ടമായെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും നോക്കി ചോദിച്ചു. ഞങ്ങളങ്ങനെ ഹെയർ കട്ടിങ് കഴിഞ്ഞിട്ട് ഇവിടെ നഴ്സറിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഉമ്മച്ചിക്ക് ചെടി നോക്കാനായിട്ട്. ഇവിടെ ആലപ്പുഴ തന്നെ നഴ്സറിയാണ്, അവിടെ വന്നേക്കാണ്. നഴ്സറിയിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതായത് ഇലച്ചെടികളാണെങ്കിലും പൂച്ചെടികളാണെങ്കിലും അതുപോലെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒക്കെ ആണെങ്കിലും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. അവിടെ എത്തിക്കാനപ്പോൾ ഇവ പിന്നെ ചെടികളൊക്കെ നോക്കി ഇങ്ങനെ നടക്കാനായിട്ട് ഇവക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഉമ്മച്ചിയുടെ കൂട്ടിയിട്ട് ചെടികളൊക്കെ കാണാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നടക്കണമെങ്കിൽ വാ. എന്തിനാ ഇവ ഇരിക്കൊന്നും വേണ്ട, ആ ചെടിയൊന്നും വേണ്ട, അവിടെ വെച്ചിട്ടോ. ഇവിടെ ശരിക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കുറെ കുഞ്ഞു തൈകളൊക്കെ ആയിട്ട് റോസയും അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ചെടികളും തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവ എടുത്തോണ്ട് വന്നേ അവിടെ നിന്ന്. എത്ര രൂപ അവിടെ വെച്ചിട്ടോ? അങ്ങനെ ഉമ്മച്ചി പിന്നെയും കുറെ ചെടി മേടിച്ചോണ്ട് പോണുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അസാഡോയിലോട്ട് പോയിട്ടോ. കാരണം ഇവ ആകെ ബഹളമായിരുന്നു. ഇവക്ക് വിശക്കണു, ജ്യൂസ് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അലമ്പെടുക്കായിരുന്നു. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇവക്ക് ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ ജ്യൂസും പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ള കാര്യം എനിക്കറിയാം. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്കപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.